ഹലോ മുത്തേ, ഞാൻ റഫീഖാണ്. അയാം ബിൽഡർ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ്. സാധാരണ സ്റ്റീലിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ട് സ്ക്വയർ GA പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്റ്റീലിലൊക്കെ ചെയ്യുന്നതല്ലേ, ഗ്ലാസ്സൊക്കെ ഇട്ടുള്ള വർക്ക്, അത് നമ്മൾ സ്ക്വയർ ട്യൂബിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു വീഡിയോ ആണിത്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ലെഗിന് വേണ്ടി 3x3 സ്ക്വയറും, റെയിൽ ഓടിക്കാനായിട്ട് 2.5 പൈപ്പും, അതേപോലെ തന്നെ താഴത്ത് ചെറിയ വെർട്ടിക്കൽ പൈപ്പും, അതേപോലെ തന്നെ താഴത്തെ റെയിലൊക്കെ ഓടിക്കുന്ന 1.5 സ്ക്വയറുമാണ്. എല്ലാം 16 ഗേജിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഇതിനു വേണ്ടി. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ എപ്പോക്സി പ്രൈമർ ഓടിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു തടി മോഡൽ പെയിൻ്റൊക്കെ അടിക്കേണ്ടതാണ്. സാധാരണ മാസ്റ്റർ ലെഗ് താഴത്ത് മാത്രം മതി. പിന്നെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം നമ്മൾ ടോപ്പിലൊരു 3 മാസ്റ്റർ ലെഗൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാപ്പ് വെക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു ടോപ്പിലൊരു റെയിൽ ഓടുന്നതിൻ്റെ താഴത്തായിട്ട് വേറൊരു റെയിൽ കൂടി നമ്മൾ ഓടിക്കുന്നുണ്ട്. അതൊരു ഭംഗിയാണ്. 1.5 സ്ക്വയറാണ് താഴത്ത് ഓടിക്കുന്നത്, 2.5 ടോപ്പ്. ഇതേപോലെ തന്നെ നമുക്ക് അതേപോലെ അതേ ഡിസൈൻ തന്നെ നമുക്ക് ബാൽക്കണിയുണ്ട്. ഇതാണ് ഐറ്റം. ഇപ്പോൾ വുഡിൻ്റെ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാപ്പും നമ്മൾ വുഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ചിൻ്റെ ക്യാപ്പ് മേടിച്ചിട്ട് അത് 3 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ നമ്മൾ കട്ട് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഇടാനായിട്ട് ഡീ ബ്രാക്കറ്റൊക്കെ അതിൽ സെറ്റ് ചെയ്ത്, ആ സെൻറ്ററിൽ കാണുന്നതെന്ന് പറയുമ്പോൾ CNC കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. സ്റ്റീലിനെ അപേക്ഷയുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ കളർ ചേഞ്ചിങ്ങിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം. അതാണ് സ്റ്റീലിനെ അപേക്ഷയുള്ള മെയിൻ ഒരു പ്രത്യേകത ഇതിൻ്റെ. ആ മെയിൻ റെയിൽ 2.5 ഓടുമ്പോൾ തന്നെ ആ വീതി ഒരു പ്രത്യേക നല്ല ഒരു തടിയുടെ നല്ലൊരു ഡിസൈൻ കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഗ്രാനൈറ്റിലൊക്കെ തുളയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലെഗ് കൊടുത്തിട്ടില്ല. ഒരു സെൻറ്ററിലൊരു ലെഗ് കൊടുത്തിട്ട് അതിൽ കൂടെ ഒരു 1.5 സ്ക്വയർ ഫുള്ളായിട്ട് ഓടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഓരോ ലെഗിനും സാധാരണ ഡിസൈനിൽ ഓരോ ലെഗിനും ഇങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മൾ ഗ്ലാസ് വെക്കാനായിട്ട് ഡീ ബ്രാക്കറ്റ് വെച്ചിരിക്കുന്ന പോലെ തന്നെ CNC കട്ടിങ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഡിസൈൻ വെക്കാനായിട്ട് തന്നെ നമ്മൾ 5/8 പൈപ്പാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഓടിച്ചിരിക്കുന്നത്. ഇതാണ് സംഭവം. നമ്മൾ ചെയ്ത 8mm ടഫ്ലോൺ ഗ്ലാസ്സാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ GAയുടെ 16 ഗേജിൻ്റെ JSWയുടെ ഷീറ്റിലാണ് CNC കട്ടിങ്. ഒരു 5/8 പൈപ്പ് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. കണ്ട നല്ലൊരു ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ. കാര്യം തടി മോഡൽ പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്ന കാരണം തന്നെ കാണാൻ തന്നെ ഒരു ലുക്കാണ്. അതേപോലെ ഗ്ലാസും CNC കട്ടിങ്ങൊക്കെ വരാൻ നേരത്ത് ഇദ്ദേഹം നോക്കിയേ. നമ്മൾ സ്റ്റീലിനെ അപേക്ഷിച്ച് സ്റ്റീൽ നല്ലതല്ല, സ്റ്റീൽ നല്ലത് തന്നെയാണ്. പക്ഷേ സ്റ്റീലിൻ്റെ നിറം തന്നെയായിരിക്കും എപ്പോഴും. നമ്മൾ ഏതൊക്കെ കളറ് നമ്മൾ ഭിത്തിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് വീടിന് മാറ്റം വരുത്തിയാലും ആ ഒരു കളർ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ നിറം കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ മാറ്റം വരുത്തി വേറെ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ GAയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിലും സ്റ്റീല് ഇതേ രീതിയിലൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരും. പക്ഷേ GAയിലാകുമ്പോൾ നമുക്ക് അത്ര എമൗണ്ട് വരത്തില്ല. അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. കാര്യം സ്റ്റീലിൽ ഇത്രയും മെറ്റീരിയൽ കയറുമ്പോൾ തന്നെ ഏതാണ്ട് നല്ലൊരു എമൗണ്ട് വരും. എങ്ങനെയുണ്ട് മുത്തേ, അടിപൊളിയല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.